ഈ കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു ലാബാണ്. ആ ലാബിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അവിടുത്തെ സാധനങ്ങളൊക്കെ പൊട്ടി വീണിരിക്കുകയാണ്. മാത്രമല്ല അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ചില ജീവികൾ അതിൽ ഓടി നടക്കുന്നുണ്ട്. ഈ ലാബിലെ ഡോക്ടറുടെ പേര് ജീസു എന്നാണ്. അയാളുടെ മകൾ ഇപ്പൊ അൺകോൺഷ്യസ് ആണ്. അവളെ തിരിച്ചു കൊണ്ടുവരാൻ അയാൾ എന്തൊക്കെയോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു മരുന്നൊക്കെ അയാൾ അതിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് കുറെ പോലീസുകാരൊക്കെ അങ്ങോട്ട് വരുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഈ ഭ്രാന്തം പരീക്ഷണം കാരണം 100 കണക്കിന് ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത്. നിനക്ക് ഒരിക്കലും ഇവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഈ പരിപാടിയൊക്കെ നിർത്ത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അയാൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എന്റെ മകളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് ആ പോലീസുകാർ അയാളെ ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം അയാൾ ഉണ്ടാക്കി വെച്ച ആ മരുന്നൊക്കെ സെക്യൂർ ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നാണ് അവർ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു ഭൂകമ്പമായിരുന്നു. അതിൽ ആ സിറ്റി പൂർണ്ണമായിട്ട് നശിച്ചു പോവാണ്. ഇനി കാണിക്കുന്നത് ആ ഭൂകമ്പത്തിന് ശേഷമുള്ള കൊറിയയാണ്. കൊറിയയിലെ സിയോളാണ് സ്ഥലം. ആ ഭൂകമ്പത്തെ തുടർന്ന് കുറെയൊക്കെ ആളുകൾ അത് സർവൈവ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പൊ ഒരുമിച്ച് ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഫുഡോ വെള്ളമോ അങ്ങനെ ഒരു സംഭവം കിട്ടത്തില്ല. അതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. ഈ സമയം ഒരു വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചോയ് എന്ന് പറയുന്ന ഒരു പയ്യൻ. അമ്പും വില്ലും വെച്ചിട്ടാണ് അവൻ വേട്ടയാടുന്നത്. ഈ സമയം അവൻ നോക്കുമ്പോൾ ഒരു മുതലയാണ് കാണുന്നത്. അവൻ ഉടനെ തന്നെ ഒരു വില്ലിൽ തീ കത്തിച്ചിട്ട് ആ മുതലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ആ മുതലയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. അത് അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പക്ഷെ സാധാരണ മുതലകൾ വരുന്ന പോലെയല്ല, അതിന് നല്ല വേഗതയുണ്ട്. അത് അവന്റെ അടുത്തേക്ക് വരുന്ന കാണുമ്പോൾ അവൻ വേഗം തന്നെ അവിടെയുള്ള ഒരു കാറിന്റെ അകത്തേക്ക് കയറി. എന്നാൽ എന്നിട്ടും മുതല അവനെ വിടുന്നില്ല. അത് അവനെ പിടിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ നായകന്റെ എൻട്രി. അതെ, ഡോൺലി. ഈ സിനിമയിൽ ഇയാളുടെ പേര് നാംസാൻ എന്നാണ്. പക്ഷെ നമുക്ക് ഡോൺലി എന്ന് തന്നെ വിളിക്കാം. ഡോൺലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലൊരു വാളുണ്ട്. അത് വെച്ചിട്ട് അവൻ ആ മുതലയെ വെട്ടാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ മുതലയുടെ കഴുത്ത് അങ്ങോട്ട് കട്ട് ചെയ്ത കളയാണ്. ആ മുതലയെ കിട്ടിയതുകൊണ്ട് അവർ ശരിക്കും സന്തോഷത്തിലാണ്. കാരണം ഇവര് ജീവിക്കുന്നത് ഇതുപോലത്തെ ഇറച്ചി വിറ്റിട്ടാണ്. ഇന്നിപ്പോ ഇത്രയും വലിയൊരു മുതലയെ കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോ അവർക്ക് വേട്ടയ്ക്കൊന്നും ഇറങ്ങണ്ട. അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ കഥയിലെ നായികയാണ്. ഇവളുടെ പേര് സുന എന്നാണ്. ഇവളുടെ അമ്മൂമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഇവളുടെ ഹോബി എന്ന് പറയുന്നത് ചിത്രം വരെയാണ്. വളരെ മനോഹരമായിട്ട് അവള് ചിത്രം വരയ്ക്കും. ഇവരിപ്പോ സംസാരിക്കുന്നത് മഴ പെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. 6 മാസമായി അവിടെ മഴ പെയ്തിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കുടിക്കാനൊന്നും വെള്ളം കിട്ടുന്നില്ല. ഇപ്പൊ അവർ കുടിക്കുന്നത് വളരെ ചീത്ത വെള്ളമാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ഫിൽട്രേഷൻ വഴിയാണ് അവർ ആ വെള്ളം കുടിക്കുന്നത്. എങ്കിലും അത് ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നുമല്ല. ഇപ്പൊ വേറെ ജീവിക്കുന്ന ആൾക്കാരും വെള്ളത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കഷ്ടപ്പെടുന്നത്. അവരും വളരെ മോശമായ വെള്ളം ഒരു പ്രത്യേക രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ട് റേഷൻ സംവിധാനം പോലെയാണ് കൊണ്ടുപോകുന്നത്. ഈ ഒരു സ്ഥലത്താണ് ഡോൺലിയും ചോയും ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് മുതലേ കിട്ടിയല്ലോ, അവനിപ്പോ അതിനൊക്കെ കട്ട് ചെയ്ത് വിൽക്കുകയാണ്. എന്നാൽ ഇറച്ചിക്ക് പകരം പൈസ അല്ല അവർ വാങ്ങുന്നത്. ഇതൊരു ബാർട്ടർ സിസ്റ്റം ആണ്. അതായത് ഉപകാരമുള്ള എന്തെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇറച്ചി കൊടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം നടക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇപ്പൊ ഒരുത്തം വന്നിട്ട് ആ ചോയ്ക്ക് ഒരു തൊപ്പി കൊടുത്ത് അതിന് പകരമായിട്ടുള്ള ഇറച്ചി വാങ്ങിട്ട് പോയി. അടുത്തതായിട്ട് വരുന്നത് ഒരു ലേഡിയാണ്. അവർ വന്നിരിക്കുന്നത് സ്വർണമായിട്ടാണ്. അവള് പറയുന്നത്, ഈ സ്വർണം മൊത്തം ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷെ ആ മുതലയുടെ മുഴുവൻ വാലും എനിക്ക് കിട്ടണമെന്നാണ്. എന്നാൽ ഡോൺലി അതിന് സമ്മതിക്കുന്നില്ല. ഈ സ്വർണം കൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മുതലയുടെ വാലൊന്നും തരാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഒരു പാമ്പിനെ തരാന്ന് പറഞ്ഞിട്ട് അവരൊരു ചെറിയ പാമ്പിനെ അവർ കൊടുക്കുകയാണ്. ഡോൺലിക്ക് ആ ലേഡിയെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. മെയിനായിട്ട് അവളെ ഒന്ന് ഒഴിവാക്കാനാണ് അവൻ ആ പാമ്പിനെങ്കിലും അവൾക്ക് കൊടുത്തു വിട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അതും കൂടെ അവൻ കൊടുക്കത്തില്ല. അടുത്തതായിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നത് സുനയും അവളുടെ അമ്മൂമ്മയാണ്. ഈ ചോയ്ക്ക് ഈ സുനയെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സ്ഥലത്ത് ജീവിക്കാൻ അവൻ കണ്ടെത്തിയ ഏറ്റവും വലിയ സന്തോഷം ഡെയിലി അവളെ കാണുക എന്നുള്ളതാണ്. ഡോൺലിയെ സംബന്ധിച്ചിട്ടും ഈ സുന അവനും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. ഈ ഒരു സമയത്ത് അവള് ഇറച്ചി വാങ്ങാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇറച്ചിക്ക് പകരം കൊടുക്കാൻ അവരുടെ കയ്യിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സുന വരച്ചൊരു ചിത്രമുണ്ട്. അതാണ് അവളിപ്പോ ഡോൺലിക്ക് കൊടുക്കുന്നത്. അത് കാണുമ്പോൾ അവനും ഭയങ്കര സന്തോഷമായി. എന്നാൽ ചോയ്ക്ക് അത് വളരെ വിഷമമുണ്ടാക്കി. കാരണം അവള് ചിത്രമൊന്നും കൊടുത്തില്ലല്ലോ. എനിക്കെപ്പോഴാ ചിത്രം തരിക എന്നാണ് അവനിപ്പോ ചോദിക്കുന്നത്. എന്നാൽ അവൾ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. ഈ സമയം ആകുമ്പോഴേക്കും വേറെയും കുറെ ആൾക്കാർ ഇറച്ചി വാങ്ങാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് കിട്ടിയ ഇറച്ചിയുമായിട്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആംബുലൻസിന്റെ സൈറനൊക്കെ വെച്ചിട്ട് ഒരു വണ്ടി അങ്ങോട്ട് വരുന്നത്. അതിനകത്തുണ്ടായിരുന്ന കുറെ റെബൽസ് ആണ്. ടൈഗർ എന്ന പേരിൽ ഒരുത്തന്റെ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരാണിത്. ഒരാളെ അന്വേഷിച്ചിട്ടാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത്. അയാളുടെ ഒരു ചിത്രം അവരുടെ കയ്യിലുണ്ട്. ആ ചിത്രം നോക്കി അതുമായിട്ട് സാമ്യമുള്ള ആളെ കണ്ടെത്താനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ അവർ ആ ചിത്രവുമായിട്ട് സാമ്യമുള്ള ഓരോരുത്തരെ പിടിക്കുന്നുണ്ട്. എന്നാൽ അവരൊന്നും ആ ചിത്രത്തിലുള്ള ആളല്ല. അതിനിടയിലാണ് ഒരുത്തൻ അവരെ ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല അയാൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തരെ പിടിച്ചിടിക്കാനും തുടങ്ങി. ഈ സമയത്താണ് വേറൊരുത്തൻ വന്നിട്ട് ഒരു വാള് വെച്ചിട്ട് അയാളെ കൈ വെട്ടുന്നത്. അതിൽ നിന്നും ഈ വന്നവര് ചില്ലറക്കാരല്ല എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ അവർ ഓരോരുത്തർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ സുനയെ കാണുന്നത്. അവൾക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുത്തരും ഭയങ്കര അത്ഭുതമായി. നിന്നെപ്പോലൊരു പെണ്ണ് ഇവിടെ ജീവിക്കുന്നുണ്ടോ? നിനക്കിപ്പോ എത്ര വയസ്സായി എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ അതറിഞ്ഞിട്ട് നിനക്കെന്തിനാന്ന് പറഞ്ഞിട്ട് സുന അവളുടെ അമ്മൂമ്മയും കൊണ്ട് അവിടെ നടക്കാൻ തുടങ്ങി. എന്നാൽ അവനാണെങ്കിൽ അവരെ വിടുന്നില്ല. അവൻ വേഗം ചെന്ന് സുനയെ പിടിച്ച് വലിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ചോയ് അങ്ങോട്ട് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ സമയം അവനും വിട്ടുകൊടുക്കുന്നില്ല. അവനും ചോയിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. ബാക്കിയുള്ളവർ അവരുടെ കൂടെ കൂടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് ചോയെ ശരിക്കിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതെല്ലാം കാണുമ്പോൾ ഡോൺലിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു കയറാൻ തുടങ്ങി. അവൻ നേരെ ചെന്നിട്ട് ഓരോരുത്തരായിട്ട് നൈസായിട്ട് അങ്ങോട്ട് തള്ളി മാറ്റാണ്. എന്നാൽ അതുകൊണ്ടൊന്നും അവർ പിന്മാറുന്നില്ല. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, തുടങ്ങി പൂരം. ഈ സമയം അവൻ അവരുടെ ലീഡർ എടുത്ത് ചോദിക്കുന്നത് നീ ഏത് ഗ്യാങ്ങിൽ പെട്ടതാണെന്നാണ്. അവൻ പറയുന്നത് ഞാൻ ടൈഗറിന്റെ ഗ്യാങ്ങിലുള്ളതാണെന്നാണ്. ഈ സമയത്താണ് അവന്റെ അരയിലുള്ള ഒരു കുപ്പി അവൻ ശ്രദ്ധിക്കുന്നത്. അതിലുള്ളത് ശുദ്ധജലമാണ്. ഈ വെള്ളം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് അടുത്തതായിട്ട് ഡോൺലി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ അവിടെയുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ ഇഷ്ടം പോലെ ശുദ്ധജലം ഉണ്ട് അത്രേ. ഏത് അപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ് നീ പറയുന്നത്? ഞാൻ ഈ ഏരിയയിൽ മൊത്തം സഞ്ചരിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ ഇതുവരെ ഒരു അപ്പാർട്ട്മെന്റും കണ്ടിട്ടില്ലല്ലോ എന്നാണ് ഡോൺലി ചോദിക്കുന്നത്. അതിന് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട് എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഓക്കെ ഇനി മേലാൽ ഈ പരിസരത്തേക്ക് വന്നേക്കരുത്. നിന്റെ ടൈഗർ ഉണ്ടല്ലോ, അവൻ എനിക്കറിയാം. ഒരു തവണ ഞങ്ങൾ മുട്ടിയിട്ടുള്ളതാണ്. ഞാൻ വിചാരിച്ചത് അന്നേ അവൻ ചത്തുന്നാണ്. അപ്പൊ ഇപ്പോഴും അവൻ ജീവനോടെ ഉണ്ടല്ലേ? അവനെ കാണുമ്പോൾ എന്റെ ഒരു അന്വേഷണം കൂടെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ഡോൺലി അമ്മമാരെല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഡോൺലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ സ്വർണ്ണക്കാരി ചേച്ചി ഉണ്ടല്ലോ, ഡോൺലിയുടെ ആ ഫൈറ്റൊക്കെ കണ്ട് അവരിങ്ങനെ മതി മറന്ന് നിൽക്കുകയാണ്. മാത്രമല്ല അവർക്ക് ഡോൺലിയുടെ അടുത്ത് വല്ലാത്തൊരു ഇഷ്ടവും തോന്നുന്നുണ്ട്. അവരവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പാമ്പിനെ വെച്ച് മൂക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ അരോചകമായിട്ടാണ് ഡോൺലിക്ക് അത് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അന്ന് അവർക്ക് കിട്ടിയ സാധനം കൊണ്ട് അവരവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ചോയ് ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ അവൻ പറഞ്ഞത് കേട്ടില്ലേ, ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് വെള്ളം കിട്ടിയെന്ന്? അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഞാനും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആളുകൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഇഷ്ടം പോലെ ആളുകൾ ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. സ്വർഗം പോലെയാണ് അവിടെ. ഓ, നീ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? നിനക്ക് അത്രയും താല്പര്യമുണ്ടെങ്കിൽ നീ പോയിക്കോ, ഞാൻ എന്തായാലും വരുന്നില്ല. എനിക്ക് പോണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പറഞ്ഞതാണ്. മാത്രമല്ല അങ്ങനെ എല്ലാവർക്കും അവിടേക്ക് പോകാൻ പറ്റത്തില്ല. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ അവരവരുടെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് സുനയുടെ വീടിന് മുമ്പിൽ ഒരു ആൾക്കൂട്ടം. നല്ല വൃത്തിയായി ഡ്രസ്സ് ചെയ്ത ആൾക്കാരാണത്. കണ്ടു കഴിഞ്ഞാൽ ഓഫീസേഴ്സിനെ പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ എന്തിനാണ് അവർ വന്നതെന്ന് അറിയാൻ വേണ്ടി ഡോൺലിയും ചോയി അവരുടെ അടുത്തേക്ക് പോവാണ്. അവരുടെ കൂടെ ഒരു ലേഡി ഉണ്ട്. അവരൊരു ടീച്ചറാണ്. അവരാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ടീനേജ് പിള്ളേർ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ സുന എന്ന് പറയുന്ന പെൺകുട്ടി താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടാണ് അവരങ്ങോട്ട് വന്നത്. ഇപ്പൊ സുന അവരുടെ കൂടെ പോവാണെങ്കിൽ അവളുടെ അമ്മൂമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടും. അവിടെ നല്ല താമസ സ്ഥലവും ആഹാരവും ശുദ്ധജലവും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ടീച്ചർ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡോൺലി ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പുറത്തുള്ള ഗ്യാങ്ങുകളൊക്കെ വെറുതെ ഇരിക്കുവോ? അമ്മമാരവിടേക്ക് വരത്തില്ലേ? അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ എക്സ് മിലിറ്ററി ജീവനക്കാരുണ്ട്. എല്ലാവരുടെ കയ്യിൽ ആയുധമുണ്ട്. അതുകൊണ്ട് ആരും ആ അപ്പാർട്ട്മെന്റിലേക്ക് കയറി അറ്റാക്ക് ചെയ്യത്തില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. ഈ സമയം സുന അവരോട് ചോദിക്കുന്നത്, ഓക്കെ ഞങ്ങൾ വരാൻ തയ്യാറാണ്, പക്ഷെ ഡോൺലി അണ്ണനും ചോയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഇവരെയും കൂടെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല സുന, അത് പറ്റത്തില്ല. അടുത്ത ബന്ധുക്കളെ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിനക്കും നിന്റെ അമ്മൂമ്മയ്ക്കും വരാം. എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇത്ര ആലോചിക്കാൻ? അമ്മൂമ്മ തന്നെ പറ. സുനയുടെ ഭാവിക്കായിട്ട് നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുത്തൂടെ? നിങ്ങൾ ഈ അവസരം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങളൊരു തീരുമാനം പറയണം. പക്ഷെ എന്റെ അമ്മൂമ്മയ്ക്ക് അധികം നടക്കാൻ പറ്റത്തില്ല. ഒരുപാട് ദൂരം പോകേണ്ടതല്ലേ, അതിനെന്ത് ചെയ്യും? അതൊന്നും പ്രശ്നമല്ല. യാത്രയിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ഇഷ്യൂ വരികയാണെങ്കിൽ ആ പ്രശ്നം ഡീൽ ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ഡോക്ടേഴ്സ് ഉണ്ട്. അവർ ഉടനെ തന്നെ അങ്ങോട്ട് വരും എന്നൊക്കെയാണ് ടീച്ചർ പറയുന്നത്. അങ്ങനെ അവരുടെ ആ സംസാരത്തിൽ മൊത്തത്തിൽ നല്ലൊരു ഡീലാണ് എന്ന കാര്യം സുനയ്ക്കും അമ്മൂമ്മയ്ക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരങ്ങോട്ട് വരാമെന്ന് സമ്മതിച്ചു. ഡോൺലിയും ചോയും അതിന് ഓക്കെ പറയാണ്. അങ്ങനെ അവർ പുറപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് സുന ചോയ്ക്കും അവൾ വരച്ചൊരു ചിത്രം കൊടുക്കുന്നുണ്ട്. അവൻ ആ ചിത്രം തുറന്നു നോക്കുമ്പോൾ അവൻ അമ്പം പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണത്. അത് കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി. അപ്പൊ അവക്കും തന്നോട് ഇഷ്ടമുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ സമയം രാത്രിയായി. ഡോൺലിയും ചോയും അവരുടെ വീട്ടിലാണ്. ചോയാണെങ്കിൽ ഇപ്പോഴും അവൾ വരച്ച ആ ചിത്രവും നോക്കിയിരിക്കുകയാണ്. ഇതേ സമയം ഡോൺലി അവൾ കൊടുത്ത ചിത്രം അവിടെയുള്ള ഒരു ചുമരിൽ ഒട്ടിച്ചു വെക്കുകയാണ്. വേറെയും കുറെ ചിത്രങ്ങൾ അവൻ അതുപോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ചോയ്ക്കൊരാഗ്രഹം. സുന പോയില്ലേ, ഇനി എനിക്ക് ഇവിടെ ജീവിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. നമുക്കും ആ അപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കൂടെ? നിങ്ങൾ എന്നെ ദത്തെടുക്ക്. ഒരു ഭാര്യയുടെ കുറവല്ലേ നിങ്ങൾക്കുള്ളൂ. നമുക്ക് ആ സ്വർണ്ണക്കാരി അമ്മച്ചിയെ നോക്കിയാലോ? അവര് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. നിങ്ങൾ അവരെ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ട് എന്നെ മകനായിട്ട് അങ്ങ് ദത്തെടുക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്കും ആ അപ്പാർട്ട്മെന്റിൽ സുഖമായിട്ട് ജീവിക്കാം എന്നാണ് ചോയ് പറയുന്നത്. ഏത്, ഇന്ന് ഇറച്ചി വാങ്ങാൻ വന്ന ആ ചേച്ചിയോ? അവള് മൂക്ക് ചോർഞ്ഞത് നീ കണ്ടായിരുന്നോ? ആ പാമ്പിന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ അവളെ ഞാൻ സഹിക്കണം എന്നാണോ നീ പറയുന്നത്? ഒരൊറ്റ അടി ഞാൻ അടിക്കും എന്നാണ് ഡോൺലി പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവരൊരു രാത്രി വേട്ടയ്ക്ക് ഇറങ്ങാണ്. ഇതേ സമയം തന്നെ ആ ടീച്ചറും ഗ്യാങ്ങും സുനയെ അവളുടെ അമ്മൂമ്മയും കൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു ഗ്യാങ് കൂടെ അങ്ങോട്ട് വരുന്നത്. അവരും ഇതുപോലെ വേറെ പെമ്പിള്ളേരുണ്ടോ എന്ന് നോക്കാൻ പോയതാണ്. ഇപ്പൊ അവർക്കും 2-3 ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ആ കൂട്ടത്തിൽ സുനയുടെ അതേ പ്രായത്തിലുള്ള മറ്റൊരു പെൺകുട്ടിയുണ്ട്. ഇവളുടെ പേര് ലീജു എന്നാണ്. സാധാരണ ഇവർക്ക് തങ്ങളുടെ അതേ പ്രായത്തിലുള്ള ഫ്രണ്ട്സിനെ കിട്ടാത്തതാണ്. ഇപ്പൊ അവർ ഒരേ പ്രായത്തിലുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി. ഇനിയിപ്പോ അവർക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആവാലോ.
മാത്രമല്ല ഈ ലീജു ആണെങ്കിൽ കുറച്ചും കൂടെ ആക്റ്റീവായ ഒരു പെണ്ണാണ്. വളവളാന്ന് സംസാരിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേ സമയം ഡോൺലിയും ചോയും ഒരു പൊട്ടി പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുകയാണ്. ചോയ്ക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്. ഇനി അവന് സുനയെ കാണാൻ പറ്റത്തില്ലല്ലോ. ആ കാര്യമാണ് അവനിപ്പോ ഡോൺലിയുടെ അടുത്ത് പറയുന്നത്. അതേക്കുമ്പോ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി കാണാലോ, പിന്നെന്താ പ്രശ്നം? അതല്ല, എനിക്കും ആ അപ്പാർട്ട്മെന്റിൽ പോയി നിൽക്കണം. നിങ്ങൾക്ക് ആ സ്വർണ്ണ ചേച്ചിയെ കല്യാണം കഴിച്ചൂടെ? എടാ നിന്നോടല്ലടാ പറഞ്ഞത്, അതെന്റെ അടുത്ത് പറയരുതെന്ന് എന്ന് പറഞ്ഞിട്ട് ഡോൺലി അവന്റെ കൈ പിടിച്ച് തിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ടീച്ചറും കൂട്ടരും മുന്നോട്ട് തന്നെ നടക്കുകയാണ്. ഇപ്പൊ കുറെ നേരമായി അവർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സുനയുടെ അമ്മമ്മയ്ക്ക് നടക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ വേറെ ഒരു പ്രായമായ മനുഷ്യനുണ്ട്. പുള്ളിക്ക് ഇപ്പൊ നടക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കൂടെ കാണുമ്പോൾ ടീച്ചർ പറയുന്നത്, ഇനി നിങ്ങൾ ഈ മല കയറുന്ന അപകടമാണ്, ഇങ്ങനെ ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ നിങ്ങൾ അവരുടെ അടുത്തേക്ക് അയക്കാം എന്ന് പറഞ്ഞിട്ട് സുനയുടെ അമ്മൂമ്മയെയും ആ വയസ്സായ ആളെയും മറ്റ് 2 ആൾക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ടീച്ചറും കൂട്ടരും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവരിപ്പം നടന്ന് വേറൊരു സ്ഥലത്തെത്തി. അവിടെ ഇപ്പൊ 2 ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. അത് ആ ടീച്ചറിന്റെ ടീം തന്നെയാണ്. ഈ സമയം ടീച്ചർ പറയുന്നത്, ഇനിയിപ്പോ നിങ്ങൾ ആരും നടന്ന് ബുദ്ധിമുട്ടണ്ട, നമുക്കിനി ഈ ജീപ്പിലോടൊന്ന് പോവാം. ടീച്ചർ അത് പറയുമ്പോൾ സുനയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ അമ്മമ്മയെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയത് എന്നാണ് അവള് ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത്, അവരുടെ കൂട്ടത്തിലുള്ള ഒരു മിലിറ്ററിക്കാരനാണ്. ഇയാളുടെ പേര് ക്വാൻ എന്നാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരെയും കൂടെ കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് ലേറ്റ് ആവും. നിങ്ങൾ പേടിക്കണ്ട, അവര് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ എത്തും, ആ കാര്യം കൊടുത്ത് ടെൻഷൻ അടിക്കണ്ട എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ക്വാന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങി. ഈ സമയത്താണ് സുന ക്വാനെ ശ്രദ്ധിക്കുന്നത്. അയാളുടെ ചെവിയുടെ താഴെയായിട്ട് കുറച്ച് ഇറച്ചി ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. സാധാരണ മനുഷ്യരിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാത്തതാണ്. അതുകൊണ്ടാണ് അവൾക്ക് എന്തോ സംശയം തോന്നുന്നത്. ഇതേ സമയം തന്നെ സുനയുടെ അമ്മൂമ്മയും ആ വയസ്സായ മനുഷ്യനെയും ആ 2 ആളുകൾ വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അവര് വിചാരിച്ച പോലെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്കല്ല അവർ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ ഒരു കിടങ്ങുണ്ട്, അതിന്റെ അടുത്തേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത്. അതിലേക്ക് തള്ളിയിട്ട് കൊല്ലാനാണ് അവരുടെ പ്ലാൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ വയസ്സായ മനുഷ്യനെ അവർ ആ കിടങ്ങിലേക്ക് തള്ളിയിടാണ്. അതിനുശേഷം അവരൊരു കത്തി വെച്ച് സുനയുടെ അമ്മൂമ്മയുടെ കഴുത്തിനൊരു കുത്തു കൊടുക്കുന്നു. എന്നാൽ ഈ സമയത്താണ് ആ ചോയ് അങ്ങോട്ട് വരുന്നത്. അത് സുനയുടെ അമ്മൂമ്മയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. ഈ സമയം ഒരുത്തനാണെങ്കിൽ ചോയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ഡോൺലി അവന് നേരെ വാളെറിയുന്നത്. അതോടൊപ്പം തന്നെ അവൻ താഴേക്ക് വീണു. ഈ സമയത്താണ് മറ്റവൻ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അത് കാണുന്ന ഡോൺലി ആണെങ്കിൽ ചോയുടെ കയ്യിൽ നിന്ന് ഒരു വില്ലെടുത്ത് അയാളുടെ നെഞ്ചിലൊരു കുത്തു കൊടുക്കുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. നല്ല കുത്തേറ്റിട്ടും അവന്മാര് 2 പേരും മരിച്ചിട്ടില്ല. അവന്മാര് വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യം ഡോൺലിക്ക് മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് ഓടി വരുന്നത്. ഇവളുടെ പേര് ലീ എന്നാണ്. അങ്ങനെ അവരുടെ തല അറുത്ത് കഴിയുമ്പോഴാണ് അവർ ചത്തുപോകുന്നത്. അങ്ങനെ ആ 2 ആൾക്കാരെ അവർ കൊന്നുകളഞ്ഞു. ഈ സമയമാകുമ്പോഴേക്കും ചോയ്ക്ക് വല്ലാതെ ടെൻഷൻ ആവാൻ തുടങ്ങി. നമുക്ക് എത്രയും പെട്ടെന്ന് സുനയെ രക്ഷിക്കണം എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോ നിക്ക് നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ, അവളുടെ അമ്മൂമ്മ അവിടെ കിടക്കുന്ന കണ്ടില്ലേ നീ, അവരിതുപോലെ ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? അതുകൊണ്ട് ആദ്യം അവരൊന്ന് സംസ്കരിക്കട്ടെ, എന്നിട്ട് നമുക്ക് സുനയെ രക്ഷിക്കാൻ പോവാം എന്നാണ് ഡോൺലി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ സുനയുടെ അമ്മൂമ്മയെ സംസ്കരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ആ ടീച്ചറും ടീമും ആ പിള്ളേരെയും കൊണ്ട് ഇപ്പോഴും ആ അപ്പാർട്ട്മെന്റിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. അവരൊരു ട്രക്കിലാണ് ഇപ്പോൾ അവർ കൊണ്ടുപോകുന്നത്. ഇതേ സമയം തന്നെ ഡോൺലിയും ചോയും കൂടെ ആ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്ന ലീയുടെ അടുത്തേക്കാണ്. ഈ സമയം അവൾ ചില കാര്യങ്ങളൊക്കെ ഡോൺലിയുടെ അടുത്ത് പറയാൻ തുടങ്ങി. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ആ അപ്പാർട്ട്മെന്റിലെ താമസക്കാരെ മൊത്തം രക്ഷിക്കണം. മാത്രമല്ല എന്റെ കുറെ സഹപ്രവർത്തകർ അതിനകത്തുണ്ട്, അവരെ എനിക്ക് രക്ഷിക്കണം. അതിന് ഞങ്ങൾ എന്തിനാ? ഇവന്മാരൊക്കെ ഏതാ? ആ അപ്പാർട്ട്മെന്റിൽ എന്താണ് നടക്കുന്നത്? ചോയാണത് ചോദിക്കുന്നത്. ഡാ ചെറുക്ക, നീ കുഞ്ഞാണ്, നീ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. എനിക്ക് സംസാരിക്കേണ്ടത് ഇവനോടാണ്. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അവൻ ചോദിച്ചാൽ എന്താ തെറ്റ്? ഇവരൊക്കെ യഥാർത്ഥത്തിൽ ആരാണ്? തല പോയാലേ ഇവര് ചാവൂ? അതെ, ഇവന്മാരങ്ങനെ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൾ അവളുടെ പാസ്റ്റിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഇവള് മിലിറ്ററിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ആ ഭൂകമ്പം ഉണ്ടായതിനു ശേഷം ഒരു ദിവസം അവരുടെ ടീമെല്ലാം ചേർന്ന് ഇനി ആരെങ്കിലും ജീവനോടുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അവർ ആ അപ്പാർട്ട്മെന്റ് കാണുന്നത്. ഒരു കേടുപാട് പോലും അതിന് പറ്റിയിട്ടില്ല. അവരങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവിടെ വറ്റാത്ത വെള്ളത്തിന്റെ സ്രോതസ്സും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഏരിയ മൊത്തം ക്ലീൻ ആക്കി ആ അപ്പാർട്ട്മെന്റ് താമസയോഗ്യമാക്കി. രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരെ എല്ലാവരെയും ആ അപ്പാർട്ട്മെന്റിലാണ് താമസിപ്പിച്ചത്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവിടെ. അതിനിടയിലാണ് ഒരു ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. അയാളുടെ പേര് ജിസു എന്നായിരുന്നു. ഇതേ ഡോക്ടർ തന്നെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. പുള്ളി ഒരു വലിയ ബോക്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ അയാൾ ഞങ്ങൾക്ക് വലിയ സഹായമായിരുന്നു. പക്ഷെ ഒരു ദിവസം അയാളുടെ തനി സ്വഭാവം കാണിച്ചു. അതായത് അയാൾ കുട്ടികളിൽ എന്തൊക്കെയോ പരീക്ഷണം നടത്തി. ഞാനത് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ സർജന്റായ ക്വാനും അങ്ങോട്ട് വന്നത്. അയാളുടെ കൂടെ 2 പട്ടാളക്കാരുണ്ടായിരുന്നു. ക്വാനാണ് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരമൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. നോക്കില്ലേ, ഈ ഭൂമിയിൽ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. ഇനി നമുക്ക് വിശ്വസിക്കാൻ ഈ ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഇയാളൊരു പരീക്ഷണം നടത്തുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും സഹായകരമാണ്. അത് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു പട്ടാളക്കാരനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്.
പക്ഷെ അവൻ മരിച്ചിട്ടില്ല. അവൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ തുടങ്ങി. ആ ഡോക്ടർ കൊടുത്തൊരു മരുന്ന് കുത്തിവെച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷെ അതെല്ലാം കാണുമ്പോൾ ലീക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അവൾ അതിന് കൂട്ടുനിൽക്കാൻ തയ്യാറല്ലായിരുന്നു. ഈ സമയം ഡോക്ടർ അവളോട് കാര്യം പറയാൻ തുടങ്ങി. നീ എന്നെ കണ്ടില്ലേ? എന്നെപ്പോലെ ഒരാൾ ആ വലിയ ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നാണ് നീ കരുതുന്നത്? ഒരു സാധാരണക്കാരൻ അതിജീവിക്കാൻ പറ്റുമോ? 2-3 മാസം ഞാൻ വെള്ളം കിട്ടാതെ നടന്നിട്ടുണ്ട്. എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ല. കാരണം അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ശരീരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാനാണ് മാനവരാശിയുടെ ആകെയുള്ളൊരു ഭാവി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ അപ്പാർട്ട്മെന്റ് അധികകാലമൊന്നും ഉണ്ടാവത്തില്ല. എല്ലാവരും മരിക്കാൻ പോവാണ്. മാറ്റം കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളും അതിൽ ഉൾപ്പെടും. ഞാൻ നിങ്ങളെ അതിജീവിക്കാൻ സഹായിക്കാം. അതിന് നിങ്ങളൊക്കെ എന്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. പക്ഷെ അയാൾ അതൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭ്രാന്തായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അയാളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ബാക്കിയുള്ള പട്ടാളക്കാരാണെങ്കിൽ അവളെ പിടിച്ച് മാറ്റുകയും ചെയ്തു. ഈ സമയം അവൾ അമ്മരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിലാണ് ക്വാൻ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഓടിയ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ചാടി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതാണ് ആ കഥയിൽ അവൾ പറയുന്നത്. ആ ഡോക്ടർ മനുഷ്യരിൽ എന്തൊക്കെയോ പരീക്ഷണം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെയായി തീർന്നത്. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ നീ എന്നെ സഹായിക്കണം എന്നാണ് ലീ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ കാര്യമൊന്നും അറിയണ്ട. ഞാൻ സുനയെ രക്ഷിക്കാൻ പോവാണ്. നീ എങ്ങനെ എന്റെ തടസ്സമായിട്ട് നിൽക്കുകയാണെങ്കിൽ നിന്റെ പണിയായിരിക്കും ഞാൻ ആദ്യം തീർക്കുക. അതുകൊണ്ട് ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്നാണ് ഡോൺലി പറയുന്നത്. ഇതേ സമയം തന്നെ ടീച്ചറും ടീമും പുതിയ ആൾക്കാരെയും കൊണ്ട് ആ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലേക്ക് എത്തി. 30ഓളം കുടുംബങ്ങളാണ് ആ അപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ കുറെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് നടക്കുന്നത്. ഈ സമയം അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ ഡോക്ടറായ ജീസു അങ്ങോട്ട് വരുന്നത്. ഞാൻ ഈ സ്ഥലത്തിന്റെ ചുമതല വഹിക്കുന്ന ആളാണ്. എന്റെ പേര് യാങ് ജീസു. നിങ്ങളെല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നു. ഇവിടേക്ക് എത്താൻ നിങ്ങൾ ഒരുപാട് യാതനകൾ സഹിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ദുഷ്ടന്മാര് വിഹരിച്ച് നടക്കുന്ന പുറത്തുള്ള നിങ്ങളുടെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ ഒരു അവസാനമായിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ഇവിടെ ശുദ്ധജലവും ആഹാരവും ഉണ്ട്. പുറത്തുനിന്നുള്ള ഒരു ഭീഷണിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ എല്ലാവർക്കും കുടിക്കാൻ ശുദ്ധജലം കൊടുക്കാൻ പറയാണ്. അത് കേട്ട ഉടനെ 2-3 പട്ടാളക്കാർ അവർക്ക് എല്ലാവർക്കും ഓരോരോ കുപ്പി വെള്ളം കൊടുക്കുന്നു. ഇത് ആ ബിൽഡിങ്ങിൽ തന്നെ ഫിൽട്ടർ ചെയ്ത വെള്ളമാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ വെള്ളം കുടിച്ചു. അങ്ങനെ ആ വെൽക്കമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് അവരവരുടെ റൂമിലേക്കാണ് പോകുന്നത്. സുനയ്ക്ക് ഒരു റൂം കിട്ടിയിട്ടുണ്ട്. അവൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അതൊരു ഹോട്ടൽ റൂമിനെ പോലെ അത്ര മനോഹരമായിരുന്നു. പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളവും കിട്ടാനുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ശരിക്കും സന്തോഷമായി. ഇതേ സമയം തന്നെ ആ ലീ ഇപ്പോഴും ഡോൺലിയുടെ അടുത്ത് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ പറഞ്ഞില്ലേ നീ സുനയെ രക്ഷിക്കാൻ പോവാണെന്ന്. അവര് സുനായെ പോലുള്ള കുട്ടികളെയാണ് ലക്ഷ്യമിടുന്നത്. അത് ആ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അവളതെല്ലാം പറയുമ്പോൾ ചോയ്ക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നമുക്ക് വേഗം തന്നെ അവിടെ പോയിട്ട് അവളെ രക്ഷിക്കണം എന്നാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല ചോയ്, അത് നടക്കത്തില്ല. എടുത്തു ചാടി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സെക്യൂരിറ്റി അവിടെയുണ്ട്. പുറത്തുനിന്ന് ആരെ കണ്ടാലും അമ്മമാർ ഉടനെ വെടിവെച്ച് വീഴ്ത്തും. അതുകൊണ്ട് നമുക്ക് വെളുപ്പിനെ പോവാം. മെയിൻ ഗേറ്റിലെ ആൾക്കാരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ബാക്കിയുള്ളവരുടെ ശ്രദ്ധയും തെറ്റിക്കാം. നമുക്ക് ചെയ്യേണ്ടത് അണ്ടർഗ്രൗണ്ടിലുള്ള ജയിലിൽ ചെന്ന് എന്റെ കൂടെയുള്ളവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ സാധിക്കും. അവളുടെ പ്ലാനിംഗ് ഒക്കെ കേൾക്കുമ്പോൾ ഡോൺലി അതിന് സമ്മതിച്ചു. ഇതേ സമയം തന്നെ ആ ടൈഗർ എന്ന പേരിലൊരു തന്നെ ഗ്യാങ് ഉണ്ടല്ലോ, ആ ഗ്യാങ്ങും വേറൊരു ഗ്യാങ്ങും തമ്മിലുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ പ്രശ്നം. അവിടേക്കാണ് ഡോൺലിയും കൂട്ടിനും ചെല്ലുന്നത്. ഈ ഡോൺലിക്ക് ഓൾറെഡി ഈ ടൈഗറിനെ അറിയാം. ഡോൺലിയാണ് ഈ ടൈഗറിനെ മോത്തി പണി കൊടുത്തിരിക്കുന്നത്. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം അവൻ ഇപ്പോഴാണ് ഡോൺലിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അയാളും ഗ്യാങ്ങും ഡോൺലിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഇടിയാണ്. ഈ ടൈഗറിന് ആ അപ്പാർട്ട്മെന്റ് അറിയാം. അയാളും ചില ആൾക്കാരൊക്കെ അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ടൈഗറിനെയും കൂട്ടി അങ്ങോട്ട് പോകാനാണ് ഡോൺലി ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അയാൾ ഉണ്ടാവുമ്പോൾ ഗേറ്റിലുള്ള ആളങ്ങോട്ട് കടത്തി വിടുമല്ലോ. ഇതേ സമയം തന്നെ ആ അപ്പാർട്ട്മെന്റിന് മുന്നിൽ ഡോക്ടർ ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. അതായത് അയാൾ ചില റാങ്ക് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് അയാൾ ആ കുട്ടികളിൽ നടത്തുന്ന പരീക്ഷണങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ അതാർക്കും അറിയത്തില്ല. ആ പരീക്ഷണത്തിനെ ബേസ് ചെയ്ത് കുട്ടികൾക്ക് അയാൾ ഓരോരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനം അനുസരിച്ച് അവർക്ക് ആ ഫ്ലാറ്റിൽ വേറെയും ചില ആനുകൂല്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ 1ാം സ്ഥാനം കിട്ടിയ ആൾക്കാണെങ്കിൽ ആ അപ്പാർട്ട്മെന്റിൽ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിരിക്കും കൊടുക്കുക. മാത്രമല്ല ഫുഡെല്ലാം ഇവർ എത്തിച്ചു കൊടുക്കും. അങ്ങനെ അയാൾ ഇപ്പൊ പേര് വിളിക്കുന്ന കുട്ടികളുടെ പാരന്റ്സിനൊക്കെ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും ആ ഫ്ലാറ്റിലേക്ക് കയറ്റിവിടുന്നു. വളരെ സന്തോഷത്തോടെയാണ് അവരതെല്ലാം സ്വീകരിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും അവർ ആ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ കയറ്റി. എന്നാൽ ഈ സമയത്താണ് ആ ടീച്ചർ മറ്റൊരു കാര്യം പറയുന്നത്. പാരന്റ്സിന് ഫ്ലാറ്റ് കൊടുത്തെങ്കിലും കുട്ടികൾ അവരുടെ കൂടെ താമസിക്കത്തില്ല. കുട്ടികളെല്ലാവരും 8ാമത്തെ നിലയിലായിരിക്കും താമസിക്കുക. ഇനി പാരന്റ്സിന് കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേക അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടീച്ചർ പറയുന്നത്. കുട്ടികളെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നൊക്കെ അറിയുമ്പോൾ പാരന്റ്സ് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പാരന്റ്സിനെ കൊണ്ടുപോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്.
ഇവിടെ വെച്ചിട്ടാണ് അവർ ആ വെള്ളം ഫിൽട്ടർ ചെയ്യുന്നത്. വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് ഓരോരോ കുപ്പിയിലാക്കണം. അതാണ് പാരന്റ്സിനുള്ള ജോലി. ഇതിങ്ങനെ ഓരോരോ ഷിഫ്റ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇതേ സമയം തന്നെ ഡോൺലിയും ടീമും അവിടെയുള്ളവന്മാരൊക്കെ ഇടിച്ചിട്ടിട്ട് അവരുടെ കയ്യിലെ തോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സമയം ഡോൺലി ടൈഗറിന്റെ അടുത്ത് ചോദിക്കുന്നത് ആ അപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരുടെ ഡീലിങ്സ് എങ്ങനെയാണെന്നാണ്. ടൈഗർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ വെള്ളം അവരുടെ കയ്യിലാണ്, നല്ല ശുദ്ധമായ ജലം, അതാണ് അവരുടെ ശക്തി. അവർക്ക് അവിടെ ചുമ്മാ ഇരുന്നാൽ മതി. ആ വെള്ളം കിട്ടാൻ വേണ്ടി ഓരോ ഗ്യാങ്ങുകൾ സാധനങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കും. അപ്പൊ നീ എന്താണ് അവർക്ക് കൊടുക്കാറുള്ളത്? മനുഷ്യരെ. ആദ്യം ആരെ കൊണ്ട് ചെന്നാലും മതിയായിരുന്നു, പിന്നീട് അവർക്ക് ആവശ്യം കുട്ടികളെ മാത്രമായി, അതും ടീനേജ് കുട്ടികളെ. പക്ഷെ അത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് ടൈഗർ പറയുന്നത്. ഇതേ സമയം തന്നെ ആ ക്വാനും ടീച്ചറും ആ ഡോക്ടറുടെ അടുത്താണ്. ഈ സമയം ക്വാനാണെങ്കിൽ അവിടെ വളർത്തുന്ന ഒരു എലിയെ പിടിച്ചിട്ടുണ്ട്. അയാൾ അതിനങ്ങോട്ട് പച്ചയ്ക്ക് തിന്നതാണ്. അതിനിടയിൽ ടീച്ചറാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയാണ്. കുട്ടികളുടെ വയസ്സായ പാരന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഡീലാക്കിയിട്ടുണ്ട്. പിന്നെ പുതിയ കുട്ടികളായ സുനായും ലീജും ഉണ്ടല്ലോ, അവർക്ക് 2 പേർക്കും 18 വയസ്സാണ്. ഇപ്പൊ ഇവരും കൂടെ ആയപ്പോൾ മൊത്തം 19 പേരായി നമ്മുടെ കൂടെ. നമ്മൾ കരുതിയേക്കാൾ കൂടുതൽ ആരോഗ്യവതികളുമാണ് അവര്. ഓക്കെ എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, എപ്പോഴും അവരുടെ മേലൊരു കണ്ണ് വേണം. അവർ പെട്ടെന്ന് നമ്മുടെ വെള്ളം കുടിക്കണം എന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് നിനക്ക് അറിയാലോ. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട, ആ കാര്യമൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ വൈകുന്നേരം ഞാൻ അവരെ ഒന്ന് കണ്ടോളാം, നിങ്ങളിപ്പോൾ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ഡോക്ടർ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അങ്ങനെ ടീച്ചർ ലിജുവിനെയും സുനായെയും നേരെ കൊണ്ടുവന്നത് ഒരു ക്ലാസ് റൂമിലേക്കാണ്. അവിടെ വേറെയും കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ടീച്ചർ പുതിയ 2 കുട്ടികളെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പക്ഷെ ആ കുട്ടികളുടെ ഇരുത്തൊക്കെ കാണുമ്പോൾ സുനായിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞ് ടീച്ചറുടെ നിർദ്ദേശപ്രകാരം അവരവരുടെ സീറ്റിലേക്ക് പോയിരുന്നു. ഈ സമയം ടീച്ചർ അവരുടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പരിണാമത്തിന്റെ കാര്യമാണ് അവർ പഠിപ്പിക്കുന്നത്. പരിണാമത്തിന്റെ ആവശ്യകതയെ പറ്റിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഇപ്പോഴുള്ള മനുഷ്യന്റെ ശരീരഘടനയെ പറ്റി നോക്കാം. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ സുന ശ്രദ്ധിക്കുന്ന ബാക്കിയുള്ള കുട്ടികളെയാണ്. അവരുടെ ഒക്കെ ചെവിയുടെ താഴെയായിട്ട് ഒരു തുന്നിക്കെട്ട് കാണുന്നുണ്ട്. അങ്ങനെ ടീച്ചർ ഇപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ കുറവ് ഭക്ഷണവും ജലവും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ്. ഇത് കാരണം ഒരു ഉപകാരവും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിഭവങ്ങളൊക്കെ പാഴാക്കി കളയേണ്ടി വന്നിട്ടുണ്ട്. ജലക്ഷാമം നേരിടുന്ന ഇപ്പോഴത്തെ ഈ ലോകത്ത് ഈ പരിമിതികളെ തരണം ചെയ്യുന്ന പുതിയൊരു ശരീരഘടന മനുഷ്യന് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ശരീരം സൃഷ്ടിച്ചെടുക്കണം. അതും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദീർഘകാലം ജീവിക്കാൻ കഴിയുന്ന ഒരു ശരീരഘടന. അങ്ങനെ ഒരു പുതുതലമുറയെ വാർത്തെടുക്കലാണ് നമ്മളുടെ ലക്ഷ്യം. കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനസംഖ്യ വർദ്ധിപ്പിച്ച് പഴയ സാമൂഹിക വ്യവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിനാൽ ഭക്ഷണത്തിനും ജലത്തിനും ക്ഷാമം നേരിടുന്ന ഈ സമയത്ത് നമ്മുടെ ഡോക്ടറിന്റെ കാരുണ്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അയാൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കടമകൾ നിറവേറ്റണം. ഡോക്ടറുടെ ഗവേഷണം വഴി നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിച്ച് പുതിയ ലോകത്തിന് വേണ്ട ഒരു ശരീരഘടന നമ്മൾ മാനവരാശിക്ക് കൊടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. അവരതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുനയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ അമ്മൂമ്മയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്താ ശ്രദ്ധിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? പുറത്തുള്ളവർ കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ വലയുമ്പോൾ ഇവിടെയുള്ളവർ കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാവരും തന്നെ 24 മണിക്കൂറും ആ ഡോക്ടറുടെ പേരാണ് പറയുന്നത്. പക്ഷെ ഈ ഡോക്ടർ എന്താണ് പുറത്തുള്ള ആളുകൾക്കൊന്നും വെള്ളം എത്തിച്ചു കൊടുക്കാത്തത്? നോക്ക് സുന, പുറത്തുള്ളതെല്ലാം ദുഷ്ടന്മാരാണ്. അവര് കാരണമാണ് ഡോക്ടറിന് അയാളുടെ സ്വന്തം മകളെ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ മാനവരാശിയുടെ പുതിയൊരു ജീവിതത്തിൽ അംഗമാവാൻ അതിന് തക്കതായ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. എന്താണ് ആ യോഗ്യതകൾ? സുനയുടെ ആ ചോദ്യത്തിന് മറുപടി പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ആ ലീജു ആണ്. ആ യോഗ്യത ഡോക്ടറെ ഗവേഷണത്തിന് സഹായിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഡോക്ടർ അതിന് സഹായിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അവള് വിളിച്ചു പറയുന്നത്. ഓ, അപ്പൊ സുനായിക്ക് മനസ്സിലായില്ലെങ്കിലും നിനക്ക് കാര്യം മനസ്സിലായല്ലേ? നന്നായി ലീജു, നിനക്ക് മനസ്സിലായത് നീ സുനായിക്കും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വീണ്ടും അവരുടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ മിലിറ്ററിയുടെ 2 പേര് ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് എല്ലാവർക്കും കുടിക്കാൻ വെള്ളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സുന ആ വെള്ളത്തിന്റെ കുപ്പിയെടുത്ത് അതൊക്കെ ശരിക്കും പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ആ വെള്ളം കുടിക്കുകയാണ്. സുന ഇതുവരെ അത് കുടിച്ചിട്ടില്ല. ഈ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. അയാളെ കാണുമ്പോൾ എല്ലാ കുട്ടികളും കൈയടിക്കാൻ തുടങ്ങി. വിദ്യാർത്ഥികളാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങൾ അറിയാലോ. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണവും വെള്ളവും നൽകുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ലോകം ജലത്തിനും ഭക്ഷണത്തിനും കൊടിയ വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തീരെ ചെറിയ അളവിൽ മാത്രം ഭക്ഷണവും ജലവും ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. ആ ദിവസം എത്തും വരെ ഒരിറ്റ് ജലം പോലെ നിങ്ങൾ ആരും പാഴാക്കരുത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് അയാളുടെ പരീക്ഷണത്തിന് ആ ലീജുവിന് താല്പര്യമുണ്ട് എന്ന കാര്യം ടീച്ചർ അയാളുടെ അടുത്ത് പറയുന്നത്. അത് കേട്ട ഉടനെ ഡോക്ടർ നേരെ ആ ലീജുവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. നിനക്ക് എന്നെ പരീക്ഷണത്തിൽ സഹായിക്കാൻ താല്പര്യമുണ്ടല്ലേ? വളരെ നന്നായി. നീ ഒരു കാര്യം ചെയ്യ്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിക്ക് ശേഷം എന്റെ ലാബിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് സുന അയാളെ വിളിക്കുന്നത്. എന്റെ അമ്മൂമ്മയോടെ ഇത്രയും ദിവസമായിട്ട് എനിക്ക് അവരെ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നാണ് അവള് ചോദിക്കുന്നത്. നിന്റെ അമ്മൂമ്മയ്ക്ക് തീരെ വയ്യ, 2-3 ദിവസം ചികിത്സ വേണ്ടി വരും എന്നാണ് ടീച്ചർ പറയുന്നത്. ഈ സമയം ഡോക്ടർ അവളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ കണ്ടിട്ട് നിനക്ക് നല്ല പോഷകാഹാരത്തിന്റെ കുറവുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ഭക്ഷണം കഴിച്ച് ആരോഗ്യമൊക്കെ റെഡിയാക്കി എടുക്കണം. ഈ വെള്ളം ഇപ്പൊ തന്നെ കുടിച്ചേ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിന്റെ ക്യാപ്പ് തുറന്നു കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്.
എന്നാൽ സുന ഇപ്പൊ ആ വെള്ളം കുടിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ ഡോക്ടർ ഇപ്പോ ആ കോന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കുകയാണ്. ആ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം അയാളുടെ ചെവിയുടെ പുറകിലായിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, അതിന്റെ വലുപ്പം ഇങ്ങനെ കുറയാൻ തുടങ്ങി. ഈ സമയം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സുനയുടെ അമ്മൂമ്മയും കൊണ്ട് പോയ ആൾക്കാർ ഇതുവരെയായിട്ട് വന്നിട്ടില്ല, അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുറച്ച് സിറിഞ്ചുകൾ എല്ലാവരുടെയും കയ്യിൽ കൊടുക്കണം എന്നാണ് ആ ക്വാൻ പറയുന്നത്. ഇല്ല ക്വാൻ, അങ്ങനെ അത് എല്ലാവരുടെയും കയ്യിൽ കൊടുക്കാൻ പറ്റത്തില്ല, അത് അപകടമാണ്. മാത്രമല്ല അതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനും പറ്റത്തില്ല. നിങ്ങൾ എന്താണ് ഡോക്ടറെ പറയുന്നത്? എത്ര നാളെന്ന് വെച്ചാണ് ഈ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുന്നത്? കുട്ടികളുടെ എണ്ണമാണെങ്കിൽ കുറഞ്ഞു വരികയാണ്. നിങ്ങളുടെ അവസാനത്തെ മരുന്ന് നിങ്ങൾ എന്നാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്? അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട ക്വാൻ, നമ്മൾ വിജയിക്കാറായി, കുറച്ചുകൂടെ നീ ഒന്ന് കാത്തിരിക്കേ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അയാളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ക്വാൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഡോക്ടർ എന്തോ ഒരു സിറം ഒരു ട്യൂബ് വഴി കടത്തിവിടുന്നുണ്ട്. പക്ഷെ എന്തിലേക്കാണ് അത് കടത്തിവിടുന്നത് എന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. അങ്ങനെ സമയം രാത്രിയായി, എല്ലാ കുട്ടികളും ഉറങ്ങി. എന്നാൽ സുന ഉറങ്ങിയിട്ടില്ല. അവള് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അതിനിടയിലാണ് ആ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന സ്ഥലത്തൊരു സംഭവം നടക്കുന്നത്. ആ ലീജുവിന്റെ പാരന്റ്സ് ഉണ്ടല്ലോ, അവരിപ്പം എന്റെ മോളെ ഞാൻ ഉടനെ തന്നെ കാണണം എന്നാണ് അവിടെ നിൽക്കുന്ന പട്ടാളക്കാരനോട് പറയുന്നത്. എന്നാൽ ആ പട്ടാളക്കാരൻ പറയുന്നത് അങ്ങനെ ഇപ്പൊ അവളെ കാണാൻ പറ്റത്തില്ല എന്നാണ്. അതിന്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സുന ആണെങ്കിൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അതിനിടയിൽ ഡോൺലിൻ ടീമും ഇപ്പോൾ ആ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തറയിട്ടുണ്ട്. അവരിപ്പോ ആ ടൈഗറിന്റെ ഒരു വണ്ടിയിലാണ് അങ്ങോട്ട് പോകുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഡോക്ടർ ആണെങ്കിൽ ആ പ്രശ്നം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അവൾക്ക് ഒരു കുഴപ്പവുമില്ല, അവൾ സുഖമായിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കാണണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ കൂടെ വാ, നമുക്ക് ലാബിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവരെയും കൂട്ടി ലാബിലേക്ക് നടക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും സുന അയാളുടെ ലാബിലെത്തി. അവൾ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. അവൾ ആദ്യം നോക്കുന്നത് ആ ഡോക്ടറിന്റെ ടേബിളാണ്. അവിടെ അയാളും അയാളുടെ മകളും തമ്മിലിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അവൾ അവിടെ ഒരു ഫയൽ കാണുന്നത്. അത് തുറന്നു നോക്കുമ്പോൾ അതിലെ കാര്യങ്ങൾ അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതിൽ അയാൾ നടത്തിയ പരീക്ഷണത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പല ജീവികളിലും അയാൾ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആദ്യം അത് 5 സൈനികരിലാണ് പരീക്ഷിച്ചത്. അവരുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റം വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ 10 വയസ്സുള്ള 7 കുട്ടികളിൽ പരീക്ഷിച്ചു, അവരെല്ലാവരും മരിച്ചു. 17 വയസ്സുള്ള 4 കുട്ടികളിൽ പരീക്ഷിച്ചു, അവരും മരിച്ചു. ഇങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് ആണ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം നോക്കിയതിനു ശേഷം അവൾ അടുത്ത റൂമിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ആ ലിജുവിനെ കടത്തിയിരിക്കുന്നത്. അവളെയും അയാൾ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അവളിപ്പോ ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ്. സുന അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഡോക്ടർ ആ ലിജുവിന്റെ പാരന്റ്സിനെയും കൂട്ടി അങ്ങോട്ട് വരുന്നത്. കണ്ടില്ലേ, നിങ്ങളുടെ മോൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ മകളെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ മകളുടെ അവസ്ഥ കാണുമ്പോൾ അവളുടെ പാരന്റ്സിന് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. ഈ സമയം ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ അവളെ ഉണർത്തരുത്. ഉണർത്തിയാൽ അവളുടെ ജീവൻ അപകടത്തിലാവും. അവളിപ്പോൾ അവളുടെ സ്വന്തം കടമ നിറവേറ്റുകയാണ്. നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ വിലപിടിപ്പുള്ള ഒരു സ്വത്താണ് അവള്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ മകൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. വിദ്യാർത്ഥികളാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് അയാൾ നേരത്തെ എന്തോ ഒരു സാധനത്തിലേക്ക് ഒരു മരുന്ന് കുത്തിവെച്ചായിരുന്നല്ലോ, അതിപ്പം അയാൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് മറ്റൊന്നും ആയിരുന്നില്ല, അത് അയാളുടെ മകളായിരുന്നു. അവളുടെ നെഞ്ചിന്റെ മുകളിലേക്കുള്ള ഭാഗം മാത്രമേ അവിടെയുള്ളൂ. എന്നാലും ഇപ്പോഴും അവൾക്ക് ജീവനുണ്ട്. അവളുടെ ഹാർട്ട് ഇടിക്കുന്നത് കാണാൻ സാധിക്കും. ഇവളെ ജീവിപ്പിക്കാനാണ് അയാൾ ഇപ്പോഴും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ ലിജുവിന്റെ പാരന്റ്സിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവർ ലിജുവിനെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡോക്ടർ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയം അവർ ഉണർത്താൻ ശ്രമിച്ചപ്പോൾ ലിജു ആണെങ്കിൽ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. മാത്രമല്ല അവൾ മരിച്ചു പോവുകയും ചെയ്തു. ഇതൊക്കെ കൂടെ കാണുമ്പോൾ ഡോക്ടറിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഇതെന്റെ എത്ര കാലത്തെ ശ്രമമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കത്തി വെച്ചിട്ട് ആ ലിജുവിന്റെ അച്ഛന്റെ കഴുത്തിനിട്ട് കുത്താൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടർ അയാളെ കൊന്നുകളയാണ്. ഈ സമയത്താണ് ലിജുവിന്റെ അമ്മ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. എന്നാൽ അത് കണ്ട ഉടനെ ആ ക്വാൻ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവളും മരിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ പേടിച്ച് അവിടെ പതുങ്ങിയിരിക്കുകയാണ് ആ സുന. എന്നാൽ ഡോക്ടർ അവളെയും കണ്ടു. ഓ, നീ ഇതിനകത്തുണ്ടായിരുന്നോ? എന്തായാലും നീ ഇങ്ങോട്ട് വന്നത് നന്നായി എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഡോൺലിൻ ടീമും ആ അപ്പാർട്ട്മെന്റിന് അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അവരിപ്പോ അവിടെ റെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഡോക്ടർ ഇപ്പം ആ സുനായെ അവിടെ കിടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അയാൾ അവളിലാണ് പരീക്ഷണം ചെയ്യാൻ പോകുന്നത്. ഈ സമയം സുന അയാളോട് സംസാരിക്കാൻ തുടങ്ങി. ഈ കുട്ടികളൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് എന്നെനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾക്ക് അതിജീവിക്കാനായി ഞങ്ങളെ നിങ്ങൾ ഗിനിപ്പന്നികളാക്കുകയാണല്ലേ? അതേ സുന, പക്ഷെ നിന്നെ അത്ര പെട്ടെന്ന് ഞാൻ മരിക്കാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവളുടെ കഴുത്തിൽ മാർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ അതിജീവനം അത് കുട്ടികളുടെ കൈകളിലാണ്. ലീജുവിന് സംഭവിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സംഭവിക്കാറുള്ളതാണ്. കുട്ടികളുടെ തലയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിന്റെ പ്രായത്തിലുള്ളവരുടെ ഒരു ഗ്രന്ഥിയിൽ എന്റെ റിസർച്ചിന് വേണ്ട ഒരു സാധനമുണ്ട്. അതിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തേണ്ടി വരും. നീ ക്ലാസ്സിൽ വെച്ച് കുടിച്ച വെള്ളമില്ലേ, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. അത് കുടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഗ്രന്ഥിയിൽ മാറ്റം വരും. എന്നിട്ട് അത് ഞാൻ കുത്തിയെടുക്കും. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്റെ അമ്മൂമ്മയോടെ? അതിപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ലേ? അവരെ രക്ഷിക്കാൻ ഡോക്ടർ വന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നിന്റെ അമ്മൂമ്മയൊക്കെ എപ്പോഴോ മരിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ അവളുടെ കഴുത്ത് കീറുകയാണ്. ഇതേ സമയം ഡോൺലിൻ ടീമും ആ അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റിലെത്തി. സാധാരണ ആ ടൈഗറിനെ കാണുമ്പോൾ ആ സെക്യൂരിറ്റി കയറ്റി വിടുന്നതാണ്.
പക്ഷെ അവർ വിളിച്ചതിനെ തുറന്നാണ് ടൈഗർ സാധാരണ അങ്ങോട്ട് വരാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതാണ് അയാൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് സംശയമായി. അയാൾ ഉടനെ തന്നെ തോക്കെടുക്കുകയാണ്. എന്നാൽ ഈ സമയം അവരെല്ലാവരും ഇടിച്ചിട്ടതിന് ശേഷം ഡോൺലി വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. അങ്ങനെ അവൻ നേരെ ആ അപ്പാർട്ട്മെന്റിലേക്കാണ് വണ്ടി ഓടിച്ചു കയറ്റുന്നത്. ഈ സമയമാകുമ്പോഴേക്കും വേറെയും കുറെ പട്ടാളക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ഡോൺലി അവന്മാർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ആ ടീച്ചറും ക്വാനും കാണുന്നുണ്ട്. ഇതാ വേട്ടക്കാരനാണ്, ഇവനെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവൻ ആ സുനായെ രക്ഷിക്കാൻ വന്നതാണ് എന്നാണ് ടീച്ചർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഈ കാര്യം ഡോക്ടറെ അറിയിക്കുക എന്നാണ് ക്വാൻ പറയുന്നത്. അങ്ങനെ ലീ അവരെയും കൊണ്ട് പോകുന്നത് ആ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലേക്കാണ്. അവിടെയാണ് അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പട്ടാളക്കാരൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഡോക്ടർ ആണെങ്കിൽ സുനായുടെ കഴുത്തിൽ ആ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അതിനിടയിലാണ് ആ ടീച്ചർ അങ്ങോട്ട് വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാണ്. അതേക്കുമ്പോൾ ഇനി അവരെ തടയേണ്ടത് എന്റെ ജോലിയാണോ? അതിനല്ലേ ഞാൻ പുറത്ത് ആൾക്കാരെ നിർത്തിയിരിക്കുന്നത്, ആ കാര്യമൊക്കെ അവരെ നോക്കിക്കോളും എന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഡോൺലിയും കൂട്ടരും ആ അണ്ടർഗ്രൗണ്ടിലെത്തി. അവർ നോക്കുമ്പോൾ ആ പട്ടാളക്കാരൊക്കെ ഒരു ജയിലിലാണ്. എന്നാൽ അവൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ പട്ടാളക്കാരൊക്കെ ഇപ്പൊ മ്യൂട്ടൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്താണ് ഡോൺലി അങ്ങോട്ട് വരുന്നത്. പിന്നെ അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടിലൻ ഫൈറ്റ് ആണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ മുഴുവൻ പട്ടാളക്കാരെയും ഡോൺലിയും കൂട്ടരും കൊന്നു കളഞ്ഞു. ഇനിയിപ്പോൾ അവർ 3 പേര് മാത്രമേ ഉള്ളൂ അവിടെയുള്ള ആളുകളെ രക്ഷിക്കാൻ. അതിനി എങ്ങനെ ചെയ്യും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പീക്കറിൽ കൂടെ ആ ഡോക്ടറുടെ ശബ്ദം കേൾക്കുന്നത്. അയാളിപ്പം അപ്പാർട്ട്മെന്റിലെ ആൾക്കാരോടാണ് സംസാരിക്കുന്നത്. അപ്പാർട്ട്മെന്റിലെ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം, നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി പുറത്തുനിന്ന് ചില ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ മുറിയിൽ തന്നെ ഇരിക്കുക, ഒരു കാരണവശാലും മുറി വിട്ട് പുറത്തിറങ്ങരുത് എന്നാണ് ഡോക്ടർ ആ അപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരോട് പറയുന്നത്. അതിനുശേഷം അയാൾ സംസാരിക്കുന്നത് ഡോൺലിയോടും കൂട്ടരോടുമാണ്. ബേസ്മെന്റിലേക്ക് അതിക്രമിച്ച് കടന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങളുടെ ശ്രമം ഉപേക്ഷിച്ചിട്ട് ഇവിടം വിട്ട് പോകേണ്ടതാണ്. നിങ്ങൾ സ്വയം ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. അവസാനമായി ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം? അത് ഉടനെ തന്നെ അവിടെയുള്ള ഇന്റർകോം വഴി എന്നോട് പറയണം എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം ഡോൺലി നോക്കുമ്പോൾ അവിടെ ആ ഇന്റർകോം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങോട്ട് വന്നത് സുനായെ രക്ഷിക്കാനാണ്, അവളെ കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഇന്റർകോം ഇടിച്ച് തകർക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം ഡോക്ടർ ആണെങ്കിൽ ആ മിലിറ്ററിക്കാരോടാണ് സംസാരിക്കുന്നത്. ഒരു കാരണവശാലും അവരാരും എന്റെ ലാബിലേക്ക് എത്തരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ വയർലെസ് കട്ട് ചെയ്യാണ്. അതിനുശേഷം അയാൾ സുനായുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നിന്നെ രക്ഷിക്കാൻ വന്നവര് ഈ പരീക്ഷണം തടസ്സപ്പെടുത്താതിരിക്കാൻ പ്രാർത്ഥിച്ചോ? തടസ്സപ്പെടുത്താണെങ്കിൽ നീയും ചാവും, നിനക്ക് പകരം ഇനി വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് അയാൾ അവളുടെ കഴുത്തിൽ നിന്ന് ആ സാധനം കുത്തിയെടുക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ഡോൺലിയും കൂട്ടരും ഒരു വാതിലിന്റെ അടുത്തെത്തി. പക്ഷെ അവൻ ആ വാതിൽ തുറക്കുമ്പോൾ പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് വരുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നൈസായിട്ട് ആ വാതിലടച്ചു. ഈ സമയം പട്ടാളക്കാരിൽ ഒരുത്തനാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്രനേഡ് എടുത്തിട്ടുണ്ട്. അവൻ അതിന്റെ പിന്നൂരുന്ന ശബ്ദം ഡോൺലിയും കേട്ടു. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പട്ടാളക്കാരൻ വാതിൽ തുറക്കുന്നതിന് മുമ്പേ ആ വാതിൽ നേരെ ഷൂട്ട് ചെയ്യാണ്. ആ വെടി കൊണ്ടിരിക്കുന്ന ഗ്രനേഡിനാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. അതിൽപ്പെട്ട് ആ പട്ടാളക്കാരൻ മൊത്തം മരിച്ചു. ഈ സമയത്താണ് വേറെ പട്ടാളക്കാരൻ അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾ ചെന്നിട്ട് സുനായെ കണ്ടുപിടിക്കാൻ നോക്ക്, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് ഡോൺലി പറയുന്നത്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ഡോൺലി ആ പട്ടാളക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. 2-3 തവണ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ തോക്കിൽ ഉണ്ടയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ആകെയുള്ളത് അവന്റെ പുറത്ത് കെട്ടിയിട്ടിരിക്കുന്ന വാളാണ്. അവനിപ്പോൾ അതെടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ആ വാളും എടുത്തിട്ട് മച്ചാന്റെ ഒരു വരവുണ്ട്. രോമാഞ്ചമാണത്. ഇതേ സമയം തന്നെ ലീയും ചോയും ബാക്കിയുള്ള പട്ടാളക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതിനിടയിലാണ് ആ ക്വാൻ അങ്ങോട്ട് വരുന്നത്. അയാൾ ഒറ്റ ചവിട്ടിന് തന്നെ ലീയെ അവിടെ നിന്ന് തെറിപ്പിച്ച് കളഞ്ഞു. ഈ സമയം ഡോൺലി നേരെ പോകുന്നത് ആ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. കുട്ടികൾ എവിടെയാണുള്ളത് എന്നാണ് അയാൾ അവരുടെ അടുത്ത് ചോദിക്കുന്നത്. 8ാമത്തെ നിലയിലാണ് എന്നാണ് അവരതിന് മറുപടി പറയുന്നത്. അത് കേട്ട ഉടനെ ഡോൺലി 8ാമത്തെ നിലയിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയവും ലീയും ആ ക്വാനും തമ്മിൽ ഫൈറ്റ് ചെയ്യാണ്. അവൾ എത്ര വിചാരിച്ചിട്ടും അവൾക്ക് അയാളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് അവളൊരു കത്തിയെടുത്ത് അയാളുടെ കാലിനൊരു കുത്തു കൊടുക്കുന്നത്. അതിനുശേഷം അവൾ അയാളുടെ കണ്ണിനൊരു കുത്തു കുത്തുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും അയാൾക്കൊന്നും പറ്റിയിട്ടില്ല. ഈ സമയം അയാളുടെ കണ്ണ് ചേഞ്ചായി. മാത്രമല്ല അയാളുടെ മുഖത്തിനും എന്തോ മാറ്റം വന്നിട്ടുണ്ട്. അതിപ്പോ ഏതൊരു ഉരകത്തിന് പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പിന്നെയും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അയാൾ അവളെ കത്തി വെച്ചൊരു കുത്തു കൊടുത്തിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്കിടാണ്. ഇതേ സമയം തന്നെ ചോയ് ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ആ ക്ലാസ് റൂമിലേക്കാണ്. അവൻ നോക്കുമ്പോൾ അവിടെ ആ ടീച്ചർ ഇരിക്കുന്നുണ്ട്. സുന എവിടെയാണുള്ളത് എന്നാണ് അവൻ ആ ടീച്ചറോട് ചോദിക്കുന്നത്. ലാബിലാണ് അവളുള്ളത് എന്നാണ് അവൾ മറുപടി പറയുന്നത്. അങ്ങനെ ചോയ് ആ ടീച്ചറും പിടിച്ച് ലാബിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ക്വാൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ അപ്പോഴേക്കും ഡോൺലി അങ്ങോട്ട് എത്തി. അയാളുടെ മുഖത്തെ ആ മാറ്റം കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. ഈ സമയമാകുമ്പോഴേക്കും ഡോക്ടർ ആണെങ്കിൽ അയാളുടെ ശരീരത്തിലേക്ക് വീണ്ടും ആ സാധനം കുത്തിവെച്ചിട്ടുണ്ട്.
അതോടുകൂടെ അയാൾക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. അയാൾക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. ഈ സമയത്താണ് സുന അയാളുടെ അടുത്തൊരു കാര്യം പറയുന്നത്. നീ വിചാരിച്ച പോലെ നിനക്ക് നിന്റെ മകളെ രക്ഷിക്കാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അത് നടക്കില്ല. നീ കരുതിയത് ഞാൻ ആ വെള്ളം കുടിച്ചെന്നാണോ? എങ്കിൽ നിനക്ക് തെറ്റി. നീ ചെയ്തതിനൊക്കെ നീ അനുഭവിക്കാൻ പോവാണ് എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഈ സമയം അയാൾ വല്ലാണ്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ചോയ് അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ ഡോക്ടർ ഉടൻ തന്നെ ഒരു കത്തി എടുത്തിട്ട് സുനായുടെ കഴുത്തിലേക്ക് വെക്കുകയാണ്. ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വന്നിട്ട് ചോയിന് ഇടിച്ചിടുന്നത്. അവളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്രനേഡ് താഴെ പോയിട്ടുണ്ട്. ഡോക്ടർ ഉടനെ തന്നെ അതെടുത്ത് പോക്കറ്റിലിടാണ്. അതിനുശേഷം അയാളുടെ മകളെ പെട്ടിയിലാക്കാനാണ് അയാൾ ഇപ്പൊ ടീച്ചറുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ടീച്ചറും ആ മിലിറ്ററി ലേഡിയും കൂടെ അയാളുടെ മകളെ എടുത്ത് ആ പെട്ടിയിലേക്ക് വെച്ചു. ഡോക്ടർ ആണെങ്കിൽ അയാളുടെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഇതേ സമയം തന്നെ ഡോൺലി ആണെങ്കിൽ ആ ക്വാനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ അയാൾ ഒരു മ്യൂട്ടന്റ് ആയതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവൻ അയാളെ കൊല്ലാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവൻ അയാളുടെ തല കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ കുട്ടികളും പുറത്തേക്ക് എത്തി. അവരുടെ പാരന്റ്സും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സമയം തന്നെ ഡോക്ടറും ടീമും അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ പെട്ടെന്നാണ് ഡോൺലി അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ ആ മിലിറ്ററി ലേഡി അവനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഡോക്ടറും ടീച്ചറും പുറത്തേക്കാണ് ഇറങ്ങുന്നത്. എന്നാൽ ഈ സമയത്താണ് ഡോൺലി ആ ടീച്ചർക്ക് നേരെ വെടിവെക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അവർ ഡോർ ക്ലോസ് ചെയ്തു. എന്നാൽ ടീച്ചർക്ക് ആ വെടി കൊണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നിന്നെ എന്തായാലും എനിക്ക് രക്ഷിക്കാൻ സാധിക്കത്തില്ല, നീ മരിക്കേണ്ടവളാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഗ്രനേഡ് എടുത്ത് അവളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ ചോയ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സുനായെ കിടത്തിയിരിക്കുന്ന ബെഡ് അങ്ങോട്ട് മറിച്ചിട്ടാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ഇപ്പൊ ആ ബെഡിന്റെ അപ്പുറത്തായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഗ്രനേഡ് പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിയൊക്കെ ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ ഡോൺലി വേഗം ആ റൂമിലേക്ക് പോവാണ്. ആ ബെഡ് അങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് സുനായിക്കും ചോയ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഈ സമയമാകുമ്പോഴേക്കും ഡോക്ടർ വെളിയിലേക്ക് ഇറങ്ങി. അത് കണ്ട ഉടനെ തന്നെ ആ കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ വന്നിട്ട് അയാളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അയാളുടെ മുഖത്ത് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ ആ ആൾക്കാരൊക്കെ പേടിച്ച് പുറകിലേക്ക് മാറി നിൽക്കുകയാണ്. ഈ സമയം ഡോക്ടർ നോക്കുമ്പോൾ അയാൾ കണ്ടുപിടിച്ച ആ മരുന്നിന്റെ ട്യൂബൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കാണുമ്പോൾ അയാൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അയാൾ ഉടനെ തന്നെ ഒരു തോക്ക് എടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ തോക്കിൽ ഉണ്ടൊക്കെ തീരുമ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അയാളുടെ മകളെ കടത്തിയിരിക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് എന്തൊക്കെയോ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ അത് തുറന്നു നോക്കുമ്പോൾ അയാൾ ഇത്രയും കാലം സൂക്ഷിച്ച അയാളുടെ മകൾ ഇപ്പൊ മരിച്ചു പോയിരിക്കുകയാണ്. ഈ സമയത്താണ് സുനായും കൂട്ടിനങ്ങോട്ട് വരുന്നത്. സുന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് അപ്പളേ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന്. നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണ്, അതിനുള്ള ഫലമൊക്കെ നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ എന്നാണ് സുന പറയുന്നത്. അതെല്ലാം കേട്ട് അയാളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അയാൾ വീണ്ടും തോക്കെടുക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും ഡോൺലി അയാളെ വെടിവെച്ചു കൊന്നു. അങ്ങനെ വളരെ സാഹസികമായിട്ട് ഡോൺലിയും കൂട്ടരും അവിടെയുള്ള മുഴുവൻ ആളുകളെയും രക്ഷിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് മഴ പെയ്യുന്നത്. കുറെ കാലമായിട്ട് അവിടെ മഴയെ പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മഴ കണ്ട് എല്ലാവരും ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയതിനു ശേഷം ഡോൺലിയും ചോയും സുനായും കൊണ്ട് പോകുന്നത് അവളുടെ അമ്മൂമ്മയെ അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം അവരവരുടെ പഴയ സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. വീണ്ടും അവർ ആ ഇറച്ചി ബിസിനസ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സുന ഇപ്പം ഡോൺലിയുടെയും ചോയുടെയും കൂടെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ആ ഇറച്ചിയൊക്കെ വിറ്റോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മറ്റേ ലേഡി അങ്ങോട്ട് വരുന്നത്. അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഇറച്ചി വാങ്ങാനല്ല, ഡോൺലി ഒരു ഡേറ്റിന് ക്ഷണിക്കാനാണ്. അത് കാണുമ്പോൾ ചോയ്ക്കും സുനായ്ക്കും ശരിക്കും സന്തോഷമായി. എന്നാൽ ഡോൺലിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.